ഇത് എൽ ജിയുടെ 15 ഇഞ്ചിന്റെ ഒരു ടി വിയാണ്, 15-14 ആണ്. അപ്പോൾ ഇതിലിരിക്കുന്ന ഈ 29 ഇഞ്ച് സാംസങ്ങിന്റെ ഒരു ബോർഡാണ്. അപ്പോൾ ഇതിലൊരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഒരു കളറില്ല, അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. റെഡ് കളറില്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, റെഡ് കളറില്ല. അപ്പോൾ ഇത് ബേസ് ബോർഡ് അല്ലെങ്കിൽ ബോർഡിൽ വരുന്നൊരു ഫോൾട്ടാണ്. ഓക്കെ, ഇതൊക്കെ റെഡ് കളറിലാണ് ഇരിക്കേണ്ടത്, കുറച്ച് ഭാഗങ്ങളൊക്കെ. ഇവിടെ റെഡ് മിസ്സിംഗ് ആണ്. അപ്പോൾ ബേസ് ബോർഡിലോട്ട് ഒരു 5 വോൾട്ടിനകത്ത് ഒരു വോൾട്ടേജ് ഉണ്ട്, RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വോൾട്ടേജ് ബേസ് ബോർഡിൽ എത്തിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുക. ഇനി അതല്ല, അവിടെ എത്തിയാൽ തന്നെ എന്താണ് ട്യൂബിനോ അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്ററിനോ അവിടുത്തെ ഒരു IC ഉണ്ട്, ICക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ വരാം. ഏതായാലും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിലിപ്പോൾ ഇല്ലാത്തത് റെഡ് കളറാണ്. ഓക്കെ, റെഡ് കളറിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ RGBക്ക് ഒരു വോൾട്ടേജ് ഉണ്ട്, അതായത് ബോർഡിലെന്ന് ബേസ് ബോർഡിലോട്ട് RGB വോൾട്ടേജ് ഉണ്ട്. R റെഡ്, G ഗ്രീൻ, B ബ്ലൂ, RGB. ഓക്കെ, അതിവിടെ ഇവിടെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട്, ബ്ലൂ, ഗ്രീൻ, റെഡ്. RGB കറക്റ്റ് അവരിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. PK, GK, RK, റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇതിലൊരു മിനിമം ഒരു 10 വോൾട്ടിനകത്ത് വരും. അപ്പോൾ ആ വോൾട്ടേജ് ബേസ് ബോർഡിൽ വന്നാൽ മാത്രമേ കളർ വരത്തുള്ളൂ. ഇനി ബേസ് ബോർഡിൽ വന്നാലും ചിലത് കളർ വരില്ല. ചിലപ്പം ട്യൂബിന്റെ കംപ്ലൈന്റ് കൊണ്ട് അല്ലെങ്കിൽ ബേസ് ബോർഡിലെ റെസിസ്റ്റൻസിന്റെ കംപ്ലൈന്റ് കൊണ്ടും അങ്ങനെ സംഭവിക്കാം. 2.43 വോൾട്ട് ഉണ്ട് ബ്ലൂ. ഇനി ഗ്രീനിൽ 2.40 വോൾട്ട്. റെഡിൽ വോൾട്ടേജ് വരുന്നില്ല. ഓക്കെ, 0.23 വോൾട്ടാണ് റെഡിൽ. ഓക്കെ, ഇതാ ഗ്രീനിൽ 2.39, ബ്ലൂവിൽ 2.48 വോൾട്ടാണ് വരുന്നത്. ഓക്കെ, ഇതാണ് റെഡ്. RK എന്ന് എഴുതിയിട്ടുണ്ട്. RK ഇവിടെ ഇത് വയ്ക്കുമ്പോൾ 0.22 ആണ് കാണിക്കുന്നത്. 0.22. ഓക്കെ, 0.22 ആണ് കാണിക്കുന്നത്. മറ്റേ ഇതിലൊക്കെ വയ്ക്കുമ്പോൾ 2.39, 2.45 ഒക്കെ കാണിക്കുന്നത്. അത് ചെറിയ ചേഞ്ചസ് ഒക്കെ വരും. സോ ഇതിപ്പോൾ ബോർഡിലാണ് കംപ്ലൈന്റ്. ഓക്കെ, ബോർഡിലാണ് ഇതിന്റെ കംപ്ലൈന്റ് വരുന്നത്. ബോർഡ് എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ കളറിൻ്റെ ഈ ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷനിലാണ് കംപ്ലൈന്റ്. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, സെന്റർ പ്രൊട്ടക്ഷൻ ഡയോഡും ഉണ്ട്. ഇപ്പൊ ഈ ഡയോഡ് ഷോർട്ട് ആയിരുന്നാലും റെസിസ്റ്റൻസ് ഓപ്പൺ ആയിരുന്നാലും ഇങ്ങനെ സംഭവിക്കാം. സോ അത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഇനി ഷോർട്ട് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഷോർട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബ്ലൂ, ഗ്രീൻ, റെഡ്. റെഡ് ആണ് ഇല്ലാത്തത്. ഓക്കെ, റെഡിന്റെ ഈ ഒരു പിന്നിൽ കൂടെ ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു ഡയോഡും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡയോഡ് ടെസ്റ്റിലോട്ട് മീറ്ററിലാക്കിയിട്ടിട്ട് ഈ ഡയോഡ് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് റെഡിന്റെ ഡയോഡ്. ഇതിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡയോഡ് ഷോർട്ടാണ്. ഓക്കെ, ഈ ഡയോഡിൽ ബസർ അടിക്കുന്നുണ്ട്, ഇരുവശങ്ങളും ബസർ അടിക്കുന്നുണ്ട്. സോ അപ്പൊ ഈ ഒരു ഡയോഡ് ഷോർട്ടാണ്. ഇവിടുത്തെ ഒരു ഡയോഡ് ഇളക്കി വിടുമ്പോഴത്തേക്കും തന്നെ എന്താണ് ആ ഒരു കളറങ്ങ് വന്നു കഴിയും. പിന്നെ ഡയോഡ് വേണമെങ്കിൽ ഇടാതെ ഇരിക്കുക. പക്ഷെ ഡയോഡ് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഡയോഡാണ്. അപ്പൊ ഈ ഒരു ഡയോഡ് ഷോർട്ടാണ്. ഇവിടത്തുള്ള റെഡിന്റെ പ്രൊട്ടക്ഷൻ ഡയോഡ് ഷോർട്ടാണ്. അതേപോലെ തന്നെ ബ്ലൂവിനും ഉണ്ട്, ഗ്രീനിനും ഉണ്ട് പ്രൊട്ടക്ഷൻ ഡയോഡ്. അപ്പോൾ ഈ 3 കളറിന് പ്രൊട്ടക്ഷൻ ഡയോഡ് ഉണ്ട്. അതിൽ റെഡിന്റെ പ്രൊട്ടക്ഷൻ ഡയോഡ് ഷോർട്ടാണ്. ഇതാണ് റെഡ്. ഓക്കെ, ഈ ലൈനിലാണ് റെഡ് വരുന്നത്. ഇത് ഷോർട്ടാണ്. സോ അപ്പോൾ ഇവിടെയാണ് ഡയോഡ് വരുന്നത്. ആ ഡയോഡിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡയോഡ് ഷോർട്ട് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു വോൾട്ടേജ് ബേസ് ബോർഡിൽ വരാത്തത്. ഇതാണ് ഡയോഡ്. ഓക്കെ, ഇളക്കിയപ്പോഴത്തേക്ക് 2 കഷ്ണമായി പോയി. അത് കുഴപ്പമൊന്നുമില്ല, വേറെ ഡയോഡ് ഇട്ടാൽ കണ്ടില്ലേ. ഈ ഒരു ഡയോഡ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് ഡയോഡിന്റെ ഒരു സിമ്പലാണ്, സെനർ ഡയോഡിന്റെ സിമ്പല്.
ഈ ഡയോഡ് റിമൂവ് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓൺ ചെയ്തുകൊണ്ട് ഒരു തെറ്റുമില്ല. പിന്നെ വേണമെങ്കിൽ ഇടാതിരിക്കും, പക്ഷെ ഇടുന്നതാണ് നല്ലത്, പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം, ബേസ് ബോർഡിൽ വരുന്നുണ്ടോ. സോ ഇനി ചെക്ക് ചെയ്ത് നോക്കാം ബേസ് ബോർഡിൽ വോൾട്ടേജ് വരുന്നുണ്ടോ. DC 20 ആക്കുക മീറ്റർ. എന്നിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ ചെക്ക് ചെയ്യുക. ബ്ലൂ 2.73 കാണിക്കുന്നുണ്ട്. ഗ്രീൻ 2.22 കാണിക്കുന്നുണ്ട്. റെഡ് 2.29 കാണിക്കുന്നുണ്ട്. നേരത്തെ റെഡില് 0 ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പൊ 2.28 റെഡില് കാണിക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഇതാണ് റെഡിന്റെ പിന്ന്. ഓക്കെ, RK ഇവിടെ കറക്റ്റ് 2.27 കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇനി കളർ വന്നാൽ നോക്കാം. നോക്കിക്കോണം. യെസ്, കണ്ടില്ലേ, റെഡ് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് റെഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലൈന്റ് ശരിയായിട്ടുണ്ട്. ഇനി ഇളക്കി കളഞ്ഞ സ്ഥാനത്ത് കറക്റ്റ് ഒരു സെനർ ഡയോഡ് ഇടണം. അത്രയേ ഉള്ളൂ.